സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 181 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും ദേഷ്യത്തിലാണ്, കാരണം ഞാൻ 2 ദിവസം ഒന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ വെളുപ്പിന് ഇറങ്ങി കഴിഞ്ഞാൽ പാതിരാത്രിയാണ് വീട്ടിൽ വന്ന് കയറുന്നത്. ഞാൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസമൊക്കെ ട്രെയിനിൽ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് മാത്രമേ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നത്. ഞാൻ എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഡീമൺ സ്ലേയറിന്റെ ഫുൾ സീരീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കും. അതിനൊരു ഡൗട്ടും ഇല്ല. ഇതൊന്നും നിങ്ങൾ അറിയാത്ത വേറൊന്നും കൊണ്ടല്ല, ഇൻസ്റ്റാഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് അപ്പം തന്നെ ഇടുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ, കാരണം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമി ഫാക്ട്സ് ഒക്കെ നമ്മുടെ പേജ് മാത്രമേ വരത്തുള്ളൂ. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചതിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞ 4 പേരുടെ പേരായിരിക്കും ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ റോക്കി ഡി ഫ്ലഫിയാണ്, സെക്കൻഡ് വൺ ഈസ് രമ്യ കൃഷ്ണൻ, ആൻഡ് തേർഡ് വൺ ഈസ് ഋത്വാൻ ആനിമി, ആൻഡ് ദി ഫോർത്ത് ഗായ് ഈസ് ദേവൻ എക്സ് ദേവൻ. സോ ഈ 4 പേർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ്. നാളത്തേക്കുള്ള ചോദ്യം ഇതാ, ബ്രീത്തിങ്ങിൽ ടോട്ടൽ എത്ര ഫോംസ് ഉണ്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത കൂടിയാണ്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് നോക്കാം, താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേക്കാം. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ ക്യൂരിയസ് അമ്മനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരനായിട്ട് വളരെയധികം ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്, കാരണം പുള്ളിക്കാരന് കറക്റ്റ് സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുസാനാകട്ടെ അവേക്കൺ ചെയ്ത് കുറെ അധികം ഡീമൺ ഹണ്ടേഴ്സിന്റെ ജീവന് നഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ആകപ്പെട്ട ബ്ലാങ്ക് ആയി പോകും. ബാക്കിയുള്ളവർ പറയുന്നൊന്നും പുള്ളിക്കാരൻ കേൾക്കുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ സിസ്റ്റർ കാരണം നോക്കി നല്ലൊരു അടി വെച്ച് കൊടുക്കും. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഈ ഫൈറ്റ് ഒന്നും തീർന്നിട്ടില്ല, നമുക്ക് ഇനിയും ജയിക്കാൻ സാധിക്കും, നീ മര്യാദക്കൊന്നും ഇരിക്കാൻ. അങ്ങനെ പുള്ളിക്കാരന് തലക്ക് ചെറുതായിട്ട് ബോധം ഉദിക്കും. അങ്ങനെ പുള്ളിക്കാരന് കാര്യം മനസ്സിലാവും. പുള്ളിക്കാരന്റെ അച്ഛനും അപ്പനും എല്ലാവരും ഈ സെയിം പ്രഷറും ടെൻഷനൊക്കെ അനുഭവിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരൻ നേരെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കാഗുയി ക്രോസിനൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറയാനും ബാക്കിയുള്ള ഡീമൺ ഹണ്ടേഴ്സിനൊക്കെ നേതൃത്വം കൊടുക്കാനും പുള്ളിക്കാരൻ വീണ്ടും തുടങ്ങും. എന്നിട്ട് പുള്ളിക്കാരനെ വീണ്ടും ഫൈറ്റ് ചെയ്യാനുള്ള വില്ല് തിരിച്ച് കൊടുത്തേനി പുള്ളിക്കാരൻ സിസ്റ്റേഴ്സിനൊക്കെ പുള്ളിക്കാരൻ നന്ദിയും പറയും. പെട്ടെന്നൊരു ക്രോ വന്നിട്ട് പറയുന്നുണ്ട്, മുസാൻ തിരിച്ചു വന്നു, അതുകൊണ്ട് എല്ലാ ഹണ്ടേഴ്സും പെട്ടെന്ന് തന്നെ ഒത്തുകൂടും. നമ്മുടെ മിറ്റ്സൂരി ഒബിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അവർക്ക് നമ്മുടെ നാക്കിമിനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ഒബിനെ പറയുന്നുണ്ട്, ഈ ഡീമിന്റെ പവർ അത്ര അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഇവൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് പുറത്ത് കടഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം ബാക്കിയുള്ള ഹാഷ്റസ് ഒക്കെ അവരുടെ ജീവൻ കൊണ്ട് കളിക്കാൻ നിർത്തി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മിറ്റ്സൂരി ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ ഡീമിനെ വിട്ടിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടാനാണോ നീ പറയണമെന്ന് ചോദിക്കാൻ നിർത്തി ഏതോ ഒരു കൈ വന്ന് നമ്മുടെ മിറ്റ്സൂരിയും പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പർ മൂൺ 4 ആയിട്ടുള്ള നാക്കിമിനെ കാണാം. നാക്കിമെ പുള്ളിക്കാരുടെ പവർ യൂസ് ചെയ്ത് മുസാനെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അത് വേറെ എങ്ങോട്ടുമില്ല, നമ്മുടെ ഗിയുവിന്റെ താഞ്ചുറോടെ തൊട്ട് മുമ്പിലേക്കാണ്. അങ്ങനെ മുസാനെ കണ്ട ഉടനെ തന്നെ താഞ്ചുറോക്ക് പുള്ളിക്കാരന്റെ മനസ്സിലേക്ക് കുറെ അധികം ഓർമ്മകൾ ഇങ്ങനെ ഓടിക്കോടുവാണ്. പുള്ളിക്കാരന്റെ വീട്ടുകാരെല്ലാവരും മരിച്ചത്, നേസുക്കോ ഡീമനായിരുന്നു, റെങ്കോക്കോ അതേപോലെ ബാക്കിയുള്ള ഡീമൺ ഹണ്ടേഴ്സ് ഒക്കെ മരിച്ചത്, ഇതെല്ലാം കൊണ്ട് പുള്ളിക്കാരൻ വളരെയധികം ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരന്റെ സോഡിനെ അമർത്തി പിടിക്കുവാണ്. താഞ്ചുറ ദേഷ്യം കൊണ്ട് ഇങ്ങനെ തിളച്ച് മാറാൻ നേരത്ത് നമ്മുടെ ഗിയു താഞ്ചുറനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ അടങ്ങാൻ. പെട്ടെന്ന് നമ്മുടെ മുസാൻ പറയുന്നുണ്ട്, നീ വളരെ ശാഠ്യക്കാരനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കാണുന്ന തന്നെ വെറുപ്പാണ്. നീ നിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ നിന്റെ റിവഞ്ചും കുന്തവും കുറുടിയും എന്നല്ലാതെ വേറൊന്നും പറയാറില്ല. നീ ഇത്രക്ക് എടുത്തിയാടേണ്ട വലിയ കാര്യമുണ്ടോ? നീ സർവൈവ് ചെയ്തില്ലേ, അത് തന്നെ ധാരാളമല്ലേ. ഇത് കേട്ടതും ഗിയും താഞ്ചിറ് ഒരേപോലെ ഞെട്ടുന്നുണ്ട്. നിന്റെ വീട്ടുകാരെല്ലാരും എന്റെ കൈകൊണ്ട് ചത്തു, അതിനിത്ര കുഴപ്പമില്ല, നീ രക്ഷപ്പെട്ടില്ലേ, അതുകൊണ്ട് നീ അത് ലക്കിയാന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് ജീവിച്ചാ പോരെ. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് നമ്മുടെ താഞ്ചിറുടെ കിളി പോകുന്നുണ്ട്. പുള്ളിക്കാരൻ പതുക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തോ ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് എന്നെ ഒരു നാച്ചുറൽ കലാമിറ്റി ആയിട്ട് മാത്രം കണ്ടാ പോരെ? മഴ, വെള്ളപ്പൊക്കം, തീ, ചൂട്, ഇതെല്ലാം എത്രയോ ആൾക്കാരാണ് കൊല്ലുന്നത്. അവരുടെ വീട്ടുകാരും പ്രതികാരവും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാറില്ലല്ലോ, പിന്നെ നിനക്ക് എന്നെ എത്ര കുഴപ്പം? എത്ര തലകുത്തി പറഞ്ഞാലും എന്തായാലും മരിച്ചവരൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? കിട്ടുന്ന ജോലി മേടിച്ച് നക്കാപ്പിച്ച മേടിച്ചിട്ടുണ്ടെങ്കിൽ നടന്നാൽ പോരെ. ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ, പിന്നെ നിനക്കൊക്കെ എന്താ ഈ കുഴപ്പം? ഈ ഡീമൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിന്നെ പോലുള്ളതിനൊക്കെ കൊല്ലേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമായിട്ട് മാറി. എന്നിട്ട് നമ്മുടെ താഞ്ചുറനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വളരെ എന്താ പറയാ കാമായിട്ട് തന്നെ പറയുന്നുണ്ട്, നിനക്കൊരു കാര്യം അറിയാവോ, നീ സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഉണ്ടാകേണ്ട ഒരു ജീവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ ദേഷ്യമാണ്, എന്നാൽ സമാധാനത്തോടെയാണെന്ന് വെച്ചാൽ സമാധാനത്തെയാണ്. താഞ്ചുറിനെ നമുക്ക് ഇതുവരെ കാണാത്ത ഒരു ഇമോഷനിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ചാപ്റ്റർ 181 ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ഒട്ടും താമസിക്കാതെ തന്നെ വന്നിരിക്കും. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ചാനലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും.